സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ സഹതാപത്തോടെ വീക്ഷിച്ചിരുന്ന ജൂത സമൂഹം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരാലംബരെയും ഒക്കെ കൊന്നൊടുക്കുന്ന മനുഷ്യ പിശാചുകളായി മാറാനുള്ള കാരണമെന്താണ്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ആ ചരിത്രത്തിലൂടെ നമ്മൾ പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 16-18 നൂറ്റാണ്ടുകൾ ബൈബിളിനെ ദുർവ്യാഖ്യാനിച്ച പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളാണ്. അവരുടെ ആ ദുർവ്യാഖ്യാനത്തിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് 7 ലക്ഷത്തോളം പലസ്തീനികൾ ജീവിക്കുന്ന നാട്, ആ നാട്ടിലേക്ക് വിദേശികളായിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ നാടുകൾ പീഡനമേൽക്കുന്ന ഈ ജൂതന്മാരെ മുഴുവൻ ഈ പലസ്തീനികളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചു തരാൻ ഞങ്ങൾക്ക് ബ്രിട്ടനിലും അമേരിക്കയിലുമുള്ള സ്വാധീനം കൊണ്ട് സാധിക്കുമെന്ന് ക്രൈസ്തവ സയനിസ്റ്റായിട്ടുള്ള വില്യം ഹെക്ലർ ജൂത നേതാവായിട്ടുള്ള തിയോഡർ ഹെർസലിനെ ബോധിപ്പിക്കുന്ന ആ സമയം തൊട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നത്തിൻ്റെ എല്ലാം ഉത്ഭവം. അങ്ങനെ 1897 ബാസിൽ വെച്ച് ക്രൈസ്തവ സയനിസ്റ്റായിട്ടുള്ള വില്യം ഹെക്ലറും അദ്ദേഹത്തിൻ്റെ സംഘവും, അതേപോലെ ജൂത സയനിസ്റ്റായിട്ടുള്ള തിയോഡർ ഹെർസലും മറ്റു ജൂതന്മാരും എല്ലാം ചേർന്ന് അവർ പദ്ധതികൾ തയ്യാറാക്കുകയും ഒരു കാലത്ത് തങ്ങൾക്ക് അഭയം നൽകിയ പലസ്തീനികളുടെ നാട് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അന്നു മുതൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ പലസ്തീൻ ജനത അവരുടെ ഭീഷണിക്ക് മുമ്പിൽ പെട്ടെന്ന് വഴങ്ങിക്കൊടുത്തില്ല. നമുക്കറിയുന്നത് പോലെ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു സാമ്രാജ്യമോ അല്ലെങ്കിൽ ഒരു സൈനിക ശക്തിയോ ഈ പലസ്തീനികളെ സഹായിക്കാനില്ല. ബാക്കിയുള്ള അറബ് നാടുകൾക്കും അവർക്കെല്ലാം ഓരോ രാജ്യം പകുത്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവരുടെ നിലനിൽപ്പ് നോക്കി മാത്രമേ ഈ പലസ്തീനികളുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ടു പോയ പലസ്തീനികളെ ഭയപ്പെടുത്തി അവരുടെ നാട്ടിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാം എന്നാണ് സയനിസ്റ്റുകൾ പ്ലാൻ ചെയ്തതെങ്കിലും 1920 മുതൽ ഇന്ന് വരെ പലസ്തീൻ ജനത ആ നാട് വിട്ടുകൊടുക്കാതെ അവരുടെ മേളിൽ ബോംബുകൾ വർഷിച്ചിട്ടും അവരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും അതേപോലെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർ വരെ പിടഞ്ഞു മരിച്ചിട്ടും അവർ ആ നാട്ടിൽ പോരാട്ടം തുടരുകയാണ്. ആ സഹനത്തിൻ്റെ പോരാട്ടത്തിനെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന ഇസ്രായേൽ ജനത ലോകത്ത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ പൈശാചിക സ്വഭാവം ലോകത്തിന് മുമ്പിൽ അനാവൃതമാവുകയുമാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ പ്രവർത്തികളെ ലോകം മുഴുവൻ തെമ്മാടിത്തരമായി വിലയിരുത്തുമ്പോൾ ആ പ്രവൃത്തി ഞങ്ങളുടെ ബൈബിളിൻ്റെ ദൈവികതയുടെ തെളിവാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ക്രൈസ്തവ സയനിസ്റ്റുകൾ അത് അന്ന് മാത്രമല്ല ഇന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുപരിസരത്തുമുള്ള പാദ്രിമാരിലും പാസ്റ്റർമാരിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതിൽപ്പെട്ട ഒരാളാണ് കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഡോക്ടർ ഡാനിയൽ പൂവച്ചിങ്കൽ. അദ്ദേഹം ബൈബിളിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം അബദ്ധ പ്രഘോഷണം അതിൽ നടത്തുന്നുണ്ട്. നമുക്ക് അതിലെ ഓരോരോ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. കേരളത്തിൽ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. മനസ്സിലായോ? ലോകത്തിലെ വൻ ശക്തികൾ ഇസ്രായേൽ എന്ന കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വചനം, ഈ എഴുതപ്പെട്ട വചനം സത്യമായിരുന്നു. ഫാദർ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിലും ഇസ്രായേൽ ഈ കാണിക്കുന്ന ക്രൂരതകളെ മുഴുവനൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു മുൻകൂർ ജാമ്യം അദ്ദേഹം പറയുകയാണ്. അത്രയെങ്കിലും മനുഷ്യത്വം അദ്ദേഹത്തിൽ അവശേഷിക്കുന്നു എന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ക്രൈസ്തവരിൽപ്പെട്ട കുറേ ആളുകൾക്ക് അത് തന്നെ നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേൽ എത്രത്തോളം ക്രൂരത കാണിക്കുന്നോ അത്രയൊന്നും പോരാ, ഇതിൽ കൂടുതൽ ഇവരോട് ചെയ്യണം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാദർ വളരെയധികം ഭേദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് ഫാദർ പറയുന്നത്, ഈ ചെറിയ കേരളത്തിൻ്റെ അത്രയും ചെറിയ രാജ്യവുമായിട്ടുള്ള ഈ ഇസ്രായേലിനെ ലോകം മുഴുവൻ പേടിക്കാൻ കാരണം ഈ 73 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിൻ്റെ ദൈവികതയുടെ തെളിവെന്നൊക്കെ പറയുമ്പോൾ ഈ ഇസ്രായേലിനെ ലോകം മുഴുവൻ പേടിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ഇസ്രായേലിൻ്റെ കഴിവല്ല, നേരെ മറിച്ച് ഇസ്രായേലിനെ ലോകശക്തിയായിട്ടുള്ള അമേരിക്കയും അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക നൽകുന്ന സമ്പത്തിൻ്റെയും ആയുധത്തിൻ്റെയും സംരക്ഷണത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. അത് കഴിഞ്ഞ തവണ ഇറാനുമായി നടന്ന യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. പേടിച്ച് പകച്ചു പോയ ഇസ്രായേൽ ഏറ്റവും അവസാനം അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് വെടിനിർത്തലിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ ലോക പോലീസായ അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഒരു വിദേശ രാജ്യമായിട്ടുള്ള ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേട് വന്നത്, അതിന് വിടുവേല ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത് അവരുടെ ഇടയിലെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാർ നടത്തിയ
ബൈബിൾ ദുർവ്യാഖ്യാനമാണ്. അതെന്തോ ദൈവിക പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പലസ്തീനിൽ ജനിച്ച് ജീവിച്ച ജനങ്ങളോട് ഇത് നിങ്ങളുടെ നാടല്ല, നിങ്ങൾ വേണേ അഭയാർത്ഥികളായിക്കൊണ്ട് മറ്റ് അറബ് നാടുകളിലേക്ക് പൊക്കോളൂ, ഇത് ജൂതന്മാരുടെ നാടാണെന്ന് ലജ്ജയില്ലാതെ ഇവർക്ക് പറയേണ്ടി വരുന്നത്. ഇത് സയനിസ്റ്റുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു നീതിബോധമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നാടുകളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും അടക്കം വളർന്നു വരുന്ന യുവതലമുറ, അവർക്ക് ഈ സയനിസം ഒന്നും അവർക്ക് വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ ജനതയുടെ നാട് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യം നമുക്കില്ല എന്നും ഇസ്രായേൽ മര്യാദയ്ക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ആ നാടുകളിൽ പ്രക്ഷോഭം നടക്കുന്നത്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ സയനിസത്തിൻ്റെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന ഫാദർ ഡാനിയൽ കൊച്ചു രാജ്യമായ കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തെ വിറപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ പാവം ക്രിസ്ത്യാനിൽ കുറേ ആളുകൾ അതിൽ പെട്ടുപോയത് കൊണ്ട് ഇസ്രായേൽ നിലനിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മറ്റൊന്ന് ഫാദർ പറയുന്നത്, നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് ഭൂലോകം കാണുമ്പോൾ അവർ നിന്നെ പേടിക്കും. അങ്ങനെയാണത്ര ഇസ്രായേലിനെ പേടിച്ചത്. അവിടെ ജീവിക്കുന്ന ഇസ്രായേലിലെ ജനങ്ങൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരാണ് എന്ന് യേശുവിനെ വിശ്വസിക്കുന്ന ഫാദർ ഡാനിയൽ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? താങ്കൾ ഇത് ബൈബിളിൻ്റെ ദൈവികതയ്ക്ക് തെളിവായി തന്നെ പറയുമ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷമിറക്കണ്ടേ? നമുക്ക് ബൈബിൾ എടുക്കാം, യേശുവിൻ്റെ വാക്യം തന്നെ എടുക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം എടുക്കാം. അവിടെ യേശുവിനെ നിഷേധിക്കുന്ന, യേശു മിശിഹയാണെന്നതിനെ നിഷേധിക്കുന്ന യഹൂദന്മാരുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ അബ്രഹാമിൻ്റെ സന്തതിയുമല്ല, അവർക്ക് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വവും അവരുടെ മേളില്ല, അവർ പിശാചിൻ്റെ സന്തതികളാണ് എന്നാണ് യേശു പറയുന്നത്. സംശയമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ യേശുവിനെ നിഷേധിക്കുന്ന യഹൂദന്മാർ യേശുവുമായിട്ട് നടത്തുന്ന ഒരു സംസാരമുണ്ട്. അവിടെ അവർ യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അങ്ങനെ വെറും ജനനം കൊണ്ട് മാത്രം അബ്രഹാമിൻ്റെ മക്കളാവൂല. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള, സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. എന്താണ്? എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള, സത്യം നിങ്ങളോട് സംസാരിച്ച മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അബ്രഹാം അല്ല നിങ്ങളുടെ പിതാവ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു പിതാവുണ്ട്, ആ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. അവർ അല്പം കൂടെ ഒരു ആത്മീയ ലെവലിലോട്ട് പോയിട്ട് അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളതിലേക്കായിട്ട് അല്പം കൂടെ കയറി ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. ഇവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ഫാദർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരായിരുന്നെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ആരെ തിരിച്ചറിയുമായിരുന്നു? മഹാനായ ഈസാ മസീഹ്, യേശു മിശിഹ ദൈവത്താൽ നിയോഗിതനാണ് എന്ന് അവർ വിശ്വസിക്കുമായിരുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നുമില്ല. അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അപ്പോൾ യേശുവിനെ നിഷേധിക്കുന്ന യഹൂദന്മാർ യേശുവുമായിട്ട് മുഖാമുഖം സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ വാഗ്ദത്തം നിലനിൽക്കുന്നു എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളുമല്ല, ദൈവത്തിൻ്റെ മക്കളുമല്ല. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ താങ്കളുടെ കയ്യിലുള്ള പുസ്തകത്തിലില്ലേ? ആ പുസ്തകത്തിന് പ്രകാരം യേശുക്രിസ്തു പറയുന്നു അവരുടെ കർത്താവ് അല്ലെങ്കിൽ അവരുടെ പിതാവ് പിശാചാണ്. താങ്കൾ പറയുന്നു ആ ഇസ്രായേൽ രാജ്യം കർത്താവിൻ്റെ നാമമാണ് വഹിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കർത്താവ് ഏതാ? പിശാച് എന്ന കർത്താവാണോ? യേശുക്രിസ്തു പറയുന്നു ദൈവത്തിൻ്റെ മക്കളുമല്ല, അബ്രഹാമിൻ്റെ മക്കളുമല്ല, പിശാചിൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ അതേ വിശ്വാസം പേറുന്ന യഹൂദന്മാർ ഇന്നൊരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ അവർ വഹിച്ച കർത്താവിൻ്റെ നാമം പിശാചിൻ്റെ അല്ലേ? അതിനെ എങ്ങനെയാണ് ഫാദർ ഡാനിയലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? താങ്കൾ യേശുവിനെക്കാട്ടി വലിയ ക്രിസ്ത്യാനിയാണോ? ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക ഇസ്രായേൽ സ്ഥാപിച്ച ജൂത നേതാക്കന്മാർ അവർ ആരെങ്കിലും യേശുവിനെ അംഗീകരിക്കുന്നവരാണോ?
യേശു മിശിഹയാണെന്ന് പറയുന്നവരാണോ? പിന്നെ ഏത് അർത്ഥത്തിലാണ് ഫാദർ പറയുന്നത് കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ഇവർ യേശുവിൻ്റെ മിശിഹ പദവിയെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിലെ ബഹുഭൂരിഭാഗം നേതാക്കന്മാരും നിരീശ്വരവാദികളുമായിരുന്നു. തിയോഡർ ഹെർസൽ നിരീശ്വരവാദിയാണ്. ഡേവിഡ് ബെൻ ഗുരിയൻ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നിരീശ്വരവാദിയാണ്. അവരുടെ സയനിസ്റ്റ് നേതാവ് കൈം വൈസ്മാൻ, അദ്ദേഹം സെക്കുലറാണ്. അതേപോലെ ഗോൾഡ മേയർ ഫോർത്ത് പ്രൈം മിനിസ്റ്റർ, അവരൊരു ഏത്തിസ്റ്റാണ്. ഇങ്ങനെ അവരുടെ നേതാക്കന്മാരും ഡിഫൻസ് മിനിസ്റ്ററും അടക്കം, അവരുടെ സെക്കൻഡ് പ്രസിഡന്റ് അടക്കം എല്ലാ ആളുകളും ഒന്നെങ്കിൽ സെക്കുലറോ തോറയെ ദൈവവചനമായി കാണാത്തവരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ യേശുവിൻ്റെ മിശിഹ പദവിയെ നിഷേധിക്കുന്നവരും നിരീശ്വരവാദികളുമായിട്ടുള്ള ജൂതന്മാരെല്ലാവരും കൂടി ഒരു രാജ്യം സ്ഥാപിച്ചാൽ അത് കർത്താവിൻ്റെ നാമം വഹിക്കുന്നു, അത് 73 പുസ്തകത്തിന് തെളിവെന്നൊക്കെ അടിച്ചു വിടണമെങ്കിൽ യേശുവിനോടൊരല്പം പോലും സ്നേഹം നിങ്ങൾക്കൊക്കെ ഇല്ലാതെ പോയല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതനുസരിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത യഹൂദം മാത്രം ചരിത്രത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വചനം സത്യമാണ്. ഈ യേശയ്യ ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 650 കൊല്ലം മുമ്പ് യേശയ്യ പറഞ്ഞത് സത്യമാണെന്നുള്ളതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ്. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ രാജ്യം ലോക രാജ്യങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തിയിരിക്കും. ബട്ട് ആ നേഷൻ സർവൈവ് ചെയ്തെങ്കിൽ, ഈ കൊച്ചിന്റെ കൈ പിടിച്ചോണ്ട് യേശയ്യ ഒരു കാര്യം പറഞ്ഞില്ലേ, എ റെമനന്റ് വിൽ സർവൈവ്. അപ്പൊ ആര് പറഞ്ഞതാ നടന്നേ? ആര് പറഞ്ഞതാ നടന്നേ? ദൈവം പറഞ്ഞതാ നടന്നത്. ദൈവം പറഞ്ഞതേ നടക്കൂ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് ലോകാവസാനം വരെ ആ ജനത ഉണ്ടാവും. ഏത്? ഇസ്രായേൽ. നമുക്കറിയാം, കാറ്റഗിസം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഈശോയുടെ മടങ്ങി വരവിന്റെ 7 അടയാളങ്ങളിൽ ഒരടയാളം ഇസ്രായേൽ യേശുവിലേക്ക് തിരിച്ചു വരും എന്നതാണ്. ഞാൻ പറഞ്ഞല്ല, കാറ്റഗിസം അത് കാത്തലിക് ചർച്ച്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുകയാണ് ഇസ്രായേൽ ക്രിസ്തുവിലേക്ക് മടങ്ങി. റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, റോമാലേഖനത്തിന്റെ 9-11 അധ്യായങ്ങൾ. റെസ്റ്റോറേഷൻ. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ 1 ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ചില ചാനലുകളുണ്ട്. യഹൂദന്മാർ യേശുവിനെ രക്ഷകന് ദൈവമായിട്ട് ഏറ്റുപറഞ്ഞ യഹൂദന്മാരുടെ അവര് യഹൂദ മതത്തില് യേശുവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന മനോഹരമായ പഠനങ്ങൾ അതിനകത്ത് കിടക്കുന്നു. ഒത്തിരി യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. പിശാച് പറഞ്ഞത് നടക്കത്തില്ല, ദുഷ്ടമനുഷ്യര് പറഞ്ഞത് നടക്കത്തില്ല, ശത്രു പറഞ്ഞത് നടക്കത്തില്ല, നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞത് നടക്കത്തില്ല. ദൈവം പറഞ്ഞത് മാത്രമേ നടക്കൂ. അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടിയുടെ പേരാണ് എമ്മാനുവേൽ, കുരിശിൽ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇസ്രായേൽ കാണിക്കുന്ന ഈ ചെറ്റത്തരത്തെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വേണോ മഹാനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയാൻ? അത് യേശുവിന് മോശമാണെന്ന് നിങ്ങൾ ചിന്തിക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകം മുഴുവൻ പറയുന്നു ഇസ്രായേൽ കാണിക്കുന്നത് തെമ്മാടിത്തരം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ യേശുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ യേശുവിനെ കൂടെ നാണം കെടുത്തുന്ന പരിപാടിയല്ലേ? നിർത്തിക്കൂടെ ഇതൊക്കെ? ലോകം മുഴുവൻ നിങ്ങളെ കളിയാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ വീണ്ടും വീണ്ടും ഈ അധർമ്മത്തിനും അനീതിക്കും ഒരു നാട് തട്ടിപ്പറിച്ചെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ബൈബിളിനെ ഉയർത്തി ബൈബിളിലെ പ്രവചനം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജനങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ഒരു നീതിബോധം പറഞ്ഞു കൊടുക്കും? ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്യരുത്, ഒരാളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായി ഇന്ന് ലോകത്ത് നടക്കുന്നത് ഇതാണെന്ന് അതേ വായിലൂടെ നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഫാദർ പറയുന്നു 3500 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞു ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറയുന്നു, അതിനിടയ്ക്ക് കുറച്ച് ജൂതന്മാർ യേശുവിനെ വിശ്വസിച്ചതിനെ കുറിച്ച് പറയുന്നു, ലോകം മുഴുവൻ ഈ ഇസ്രായേലിനെ പേടിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അച്ഛൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു പിടിയും കിട്ടിയിട്ടില്ല. കാരണം ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് പറയുമ്പോൾ ഏതാ ഈ റെമനന്റ്? ഇന്ന് ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കിയ ഈ നിരീശ്വരവാദികളും മിശിഹ നിഷേധികളുമായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ജൂതന്മാരെ കുറിച്ചിട്ടാണോ എൻ്റെ പൊന്നു ഫാദറെ ഈ പറയുന്ന ദ റെമനന്റ് എന്ന് പറയുന്നത്? ആണോ? യേശു പിശാചിന്റെ സന്തതി എന്ന് പറഞ്ഞവനെയാണോ റെമനന്റ് എന്ന് നിങ്ങൾ വിളിക്കുന്നത്? അല്പമെങ്കിലും ഒരു സത്യസന്ധത കാര്യങ്ങൾ ഇതിനകത്തൊക്കെ വേണ്ടേ? എന്താ ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് യെശയ്യാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? കാരണം നമുക്കറിയാം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, നിന്റെ സന്തതിക്ക് ഈ പറയുന്ന ഈ കനാന്യയുടെ താമസിച്ച നാട് കൊടുക്കും. അങ്ങനെ അത് നടപ്പിലാകുന്നത് മോശ പ്രവാചകനിലൂടെയാണ്. മോശ പ്രവാചകനിലൂടെ നടക്കുമ്പോൾ എന്നും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമെന്നല്ല പറഞ്ഞത്,
നിങ്ങളുടെ മുമ്പിൽ ഞാൻ തോറയുടെ നിയമങ്ങൾ വെക്കുന്നു. ആ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഈ നാട്ടിൽ ഭരണാധിപന്മാരായിട്ട് മുന്നോട്ട് പോകും. ഇല്ല എങ്കിൽ നിങ്ങളെ ഞാൻ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ നിങ്ങളെ വന്ന് പിടിച്ചുകൊണ്ട് അന്യനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു അനുസരിച്ചാൽ ഗുണവും നിഷേധിച്ചാൽ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഈ നാട്ടിൽ അവർക്ക് വാഗ്ദത്തമായിട്ട് കൊടുത്തത്. പിന്നീട് മോശ പ്രവാചകന്റെ കാലശേഷം യോശുവ പ്രവാചകന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരുടെ കാലഘട്ടത്തിലും ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ച് പോയിരുന്നു എന്ന് ബൈബിളിൽ കാണാം. ആ യോശുവ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യൂഷ അലൈഹി ഇസ്ലാം എന്ന് ഹദീസിൽ കാണുന്ന പ്രവാചകൻ. എന്നാൽ പിന്നീട് ഇസ്രായേലിയർക്ക് സംഭവിക്കുന്നത് എന്താ? ഇസ്രായേലിയർ ബഹുദൈവാരാധനയിലേക്കും ഈ വിഗ്രഹാരാധനയിലേക്കും പോവുകയും അവർക്ക് ആ രാജ്യം പലതവണ നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് അവിടെ ചെറിയൊരു സമൂഹം ദൈവത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അവിടേക്ക് ഒരു പരിഷ്കർത്താവായിട്ട് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ന്യായാധിപന്മാരായിട്ട് ചില ആളുകൾ വരികയും ഈ ആളുകളുടെ പശ്ചാത്താപം മുന്നിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുകയും തിരിച്ചവർക്ക് ആ നാടിൻ്റെ ഭരണം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ. ഇതൊരു 12 തവണയോളം 12ഓളം ന്യായാധിപന്മാർ വന്നു പോകുന്നത് ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിലത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ കൂടിപ്പോയാൽ ഒരു 40 അല്ലെങ്കിൽ 80 വർഷത്തിനകത്ത് ഏതൊരു വിശ്വാസമാണോ മുറുകെ പിടിക്കേണ്ടത് അത് ത്യജിച്ചുകൊണ്ട് അവർ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോവുകയും അവരുടെ ആരാധനാലയത്തിൽ തന്നെ വിഗ്രഹങ്ങളെ കൊണ്ട് വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും ശിക്ഷകൾ വരികയും വീണ്ടും അവർ അടിമകളാക്കപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് പശ്ചാത്തപിച്ച് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉടനീളം കാണുന്നത്. അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രഹബയാമിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഇസ്രായേലിൽ താമസിച്ച ആ നാട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. രഹബയാം കൊണ്ടുവന്ന നികുതിയെ എതിർത്തുകൊണ്ട് 10 ഗോത്രങ്ങൾ, മൊത്തം 12 ഗോത്രങ്ങളാണ്, 10 ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നു? മാറി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു നോർത്തേൺ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കുന്നു. ബാക്കിയുള്ള 2 ഗോത്രങ്ങൾ രഹബയാമിനോടൊപ്പം നിന്നുകൊണ്ട് യഹൂദ രാജ്യവുമായിട്ട് നിലനിൽക്കുന്നു. യഹൂദയുടെ ക്യാപിറ്റൽ ജെറുസലേമും ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ശമരിയയുമായിട്ടും അവിടെ നിലനിൽക്കുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ട് ബഹുദൈവാരാധനയിലേക്ക് പോവുകയും പലപ്പോഴും ഈ ഇസ്രായേലും യഹൂദരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ നടക്കുകയും ഏറ്റവും അവസാനം BC 722 അസീറിയ രാജാക്കന്മാർ വന്ന് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന 10 ഗോത്രക്കാരെ പിടിച്ചുകൊണ്ടുപോയി ലോകത്ത് മുഴുവൻ ചെതറിച്ചു കളഞ്ഞു. അതോടുകൂടി ഇസ്രായേലിയർ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആ സമൂഹത്തിന് നഷ്ടമാവുകയും അവരിന്ന് ലോകത്തിൽ എവിടെയാണ് എന്ന് ആർക്കും അറിയാത്ത രൂപത്തിൽ ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ 10 ഗോത്രങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കുന്നു. ഇതിനുശേഷം 100 വർഷങ്ങളുടെ കഴിഞ്ഞപ്പോൾ ഈ ജൂദ എന്ന് പറയുന്ന രാജ്യവും അവിടെ ബാബിലോണി രാജാവായിട്ടുള്ള നെബൂഖദ്നേസർ വന്ന് അവരെ തോൽപ്പിക്കുകയും ഇവരെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിലാക്കിക്കൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ബാബിലോണിയ സാമ്രാജ്യത്തിനെ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയപ്പോൾ പേർഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള സൈറസ് ഈ യഹൂദന്മാരോട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, ഭരണമൊന്നുമില്ല, ആ നാട്ടിലേക്ക് തിരിച്ചുപോയി ജീവിച്ചോളാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ യഹൂദ മതാചാരങ്ങളെയും മതത്തെയും കയറി അവിടെ ഉണ്ടായിരുന്നവർ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്കബായ യഹൂദന്മാർ തിരിച്ചൊരു കലാപം നടത്തുകയും അങ്ങനെ ഒരു ഹാസ്മോണിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്ന അവസാനത്തെ ഒരു ജൂത ഭരണം അവിടെ നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ റോമൻ ജനറലായിട്ടുള്ള പോംബി ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ BC 37 ഈ പ്രദേശത്തുള്ള യഹൂദന്മാരുടെ അവസാന കിങ്ഡവും അവസാനിച്ചു. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിന് മുമ്പല്ല, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിന് 37 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഹൂദന്മാർ ഈ നാട്ടിൽ ഭരണം നടത്തുന്ന പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഈ ഇസ്രായേലിൻ്റെ നീണ്ട ചരിത്രത്തിനിടയിൽ ഈ ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന സമയത്ത് അതിലേക്കൊന്നും പോകാതെ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ടാവും. ആ സമൂഹത്തിനെ വിളിക്കുന്ന പേരാണ് ദ റെമനന്റ്. ആ ഒരു ശേഷിപ്പ്, ആ ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഇവർ വഴിതെറ്റി പോകുമ്പോൾ വഴിതെറ്റാതെ ഉറച്ചു നിന്ന ആ സമൂഹം സർവൈവ് ചെയ്യുമെന്ന് പറയാനാണ് ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് പറയുക. അത് യെശയ്യാ പ്രവാചകൻ മാത്രമല്ല, ധാരാളം പ്രവചനങ്ങളിൽ നമുക്കിത് കാണാം. ആ ശേഷിപ്പ് എന്ന് പറയുന്നതും ഇന്നത്തെ ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ ഇസ്രായേൽ രൂപീകരിച്ച തിയോഡർ ഹെർസലും അതേപോലെ ഇന്ന് അവിടെ വന്നുകൂടിയിരിക്കുന്ന ബാക്കി യേശുവിനെ നിഷേധിക്കുന്ന യഹൂദന്മാരും, ആ യഹൂദന്മാർ എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ് റെമനന്റ് ആവുന്നത്? യേശു ക്രിസ്തു അവരെ പിശാചിൻ്റെ മക്കൾ എന്നാണ് വിളിച്ചതെങ്കിൽ താങ്കൾക്ക് അവർ റെമനന്റ് ആവുന്നത് ഏതർത്ഥത്തിലാണ്? യേശുവിൻ്റെ ജീവിതകാലത്ത് യേശുവിനെ അദ്ദേഹം വ്യാജ മസീഹുവാദം വെച്ച ആളാണെന്നും അദ്ദേഹം മന്ത്രവാദിയാണ് എന്നും അദ്ദേഹം പിശാചു ബാധിച്ചവനാണെന്നും അദ്ദേഹം ശമരിയക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ച
ആ ജൂതന്മാരെയാണ് യേശുക്രിസ്തു പറഞ്ഞത് ഇവർ പിശാചിന്റെ മക്കളാണ്, ഇവർ അബ്രഹാമിന്റെ സന്തതിയല്ല, ഇവർ ദൈവത്തിന്റെ മക്കളല്ല എന്ന് പറഞ്ഞത്. ഇന്ന് അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് അവർ യേശുവിനെ വിളിക്കുന്നത് ബാസ്റ്റഡ് എന്നാണ്, ജാരസന്തതി എന്നാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മാതാവായിട്ടുള്ള മറിയം ബീവിയെ വിളിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ എന്നാണ്. കാരണം പാന്ത്ര എന്ന് പറയുന്ന റോമൻ പടയാളിയോടൊപ്പം വ്യഭിചരിച്ചുണ്ടായ കുട്ടിയാണ് യേശു എന്ന് ഇപ്പോഴും ജൂതന്മാർ നിങ്ങൾ പറയുന്ന ആ ഇസ്രയേലിൽ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പരസ്യമായിട്ട് കാണാം. പണ്ട് ക്രൈസ്തവ രാജ്യങ്ങളുടെ ഇടയിൽ പേടിയോടെ വിളിച്ചിരുന്നിടത്തുനിന്നും നിങ്ങൾ അവർക്കൊരു ഇസ്രയേൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക വഴി ഇന്ന് ധൈര്യത്തോടുകൂടി ഈ ഇസ്രയേലിൽ സുവിശേഷം പറയാൻ പോകുന്ന മിഷണറികളുടെ മുഖത്ത് നോക്കി അവർ വിളിക്കുന്ന എത്രയോ വീഡിയോകൾ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ജീസസ് വാസ് എ ബാസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് സംഗീത പരിപാടി നടത്തുന്ന യഹൂദന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ജൂതന്മാരുടെ പിതാവ് അബ്രഹാമോ അല്ലെങ്കിൽ അവരുടെ കർത്താവ് ദൈവമോ അല്ല, പിശാചാണ് എന്ന് സാക്ഷാൽ യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് പറയുന്ന ഫാദർ ഡാനിയലിന് ദ റെമനന്റ് വിൽ സർവൈവ് എന്ന് പറഞ്ഞ ആ റെമനന്റ്, ആ വിശുദ്ധ ജനം, അത് ഇവരാണ് എന്ന് പറയാൻ അല്പമെങ്കിലും ലജ്ജ വേണ്ടേ? അതേപോലെ ഫാദർ പറയുകയാണ് 3500 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞു വെച്ചത്, ബൈബിൾ പണ്ട് മുതലേ പറയുന്നത്, കത്തോലിക്കയുടെ കാറ്റഗിസത്തിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇസ്രയേലിൻ്റെ ഈ രാജ്യനിർമ്മാണത്തിന് വലിയ സംഭവമായി, വലിയ ചരിത്ര പ്രവചന പൂർത്തീകരണമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് സത്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം നിങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞത് പഴയ നിയമ ഭാഗത്ത് കാണുന്ന ഇസ്രയേലിൻ്റെ മേലുള്ള മുഴുവൻ വാഗ്ദത്വവും, ആ വാഗ്ദത്വം മുഴുവൻ ഇസ്രയേലിന് നഷ്ടപ്പെട്ടു പോയി. അതിപ്പോൾ ഉള്ളത് ചർച്ചിനാണ്. അതുകൊണ്ട് ഇസ്രയേലിന് എന്തൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ചർച്ചാണ്. അതുകൊണ്ട് ചർച്ചിൻ്റെ മേലാണ് ആ വാഗ്ദത്വം നടപ്പിലാവുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്നത്. ഇത് ആരൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളുടെ ആദ്യകാല സഭാപിതാക്കന്മാർ തൊട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വരെ നിങ്ങളുടെ വാദം അതായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങളുടെ നാടുകളിൽ ഈ ആൻറ്റിസെമിറ്റിസം നടന്നതും ജൂതന്മാരെ പെർസിക്യൂട്ട് ചെയ്തതുമൊക്കെ നിങ്ങളുടെ ഈ വാദം കൊണ്ടല്ലേ? ആ റീപ്ലേസ്മെൻറ്റ് തിയോളജി ഉണ്ടായിരുന്ന നിങ്ങളുടെ സഭാപിതാക്കന്മാരുടെ ലിസ്റ്റ് തരാം. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, തെർത്തുല്യൻ, ഒറിഗൻ, അതേപോലെ നിങ്ങളുടെ നിക്കിയ കൗൺസിലിൽ യുസേബിയസിന്, ഗ്രിഗറിക്ക്, ജെറോമിന്, അഗസ്റ്റിന്, ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടായിരുന്നത് റീപ്ലേസ്മെൻറ്റ് തിയോളജിയാണ്. ഇതിനോടൊപ്പം 1478 സ്പെയിനിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിയ സമയത്ത് പോപ്പ് സിക്സ്റ്റസ് 6 ഗ്രാൻഡ് ചെയ്ത കാര്യം എന്താ? അവർ വലിയ ഇൻക്വിസിഷൻ നടത്തി, എന്നിട്ട് ഈ ജൂതന്മാരെയൊക്കെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാക്കിയല്ലോ. ആ ക്രിസ്ത്യാനിയായി മാറിയ ജൂതന്മാർക്ക് ഇപ്പോഴും അവരുടെ ജൂതായുസത്തിനോടാണോ, അവരുടെ വിശ്വാസം അവിടെ തന്നെയാണോ നിൽക്കുന്നത്, ഇവർ ഫേക്കായിട്ടാണോ കൺവേർട്ട് ചെയ്തേക്കുന്നതെന്ന് അന്വേഷിക്കാനും, അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം thousands were burned at the stake. ഒരു മരത്തടിയോട് ചേർത്ത് ഈ ജൂതന്മാരെ കെട്ടിയിട്ടതിന് ശേഷം വെടിമരുന്ന് ചുറ്റുമിട്ട് ഇവരെ എന്ത് ചെയ്തു? കത്തിച്ച് കളഞ്ഞു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ പോപ്പ് സിക്സ്റ്റസിൻ്റെ നിർദ്ദേശാനുസരണം നടന്ന സ്പാനിഷ് ഇൻക്വിസിഷനിൽ. അതേപോലെ 1492 കിങ് ഫെർഡിനാൻഡ് എന്ത് ചെയ്തു? ജൂതന്മാരെ അവിടുന്ന് ഓടിച്ചു. ഇറ്റ് വാസ് ഫിയർഡ് ദാറ്റ് ജൂസ് വെർ എ ഡേഞ്ചർ ടു ക്രിസ്ത്യാനിറ്റി. അപ്രോക്സിമേറ്റ്ലി 1,50,000 Jews were forced to leave Spain. 1,50,000 ജൂതന്മാരെ അവിടെ നിങ്ങൾ ഓടിച്ചു. അതേപോലെ 1543 മാർട്ടിൻ ലൂതർ ഒരു ലഘുലേഖ ഇറക്കി ഓൺ ദ ജൂസ് ആൻഡ് ദെയർ ലൈസ്. അതിൽ അദ്ദേഹം ജൂതന്മാരെ കുറിച്ച് പറഞ്ഞത് എ മിസറബിൾ ആൻഡ് അക്കേഴ്സ്ഡ് പീപ്പിൾ, ശപിക്കപ്പെട്ട ജനം, സ്റ്റുപ്പിഡ് ഫൂൾസ്, മിസറബിൾ, ബ്ലൈൻഡ് ആൻഡ് സെൻസ്ലെസ്, തീവ്സ് ആൻഡ് റോബേഴ്സ്, ദ ഗ്രേറ്റ് വെർമിൻ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ കീടങ്ങൾ, ആൻഡ് ലേസി റോഗ്സ്, തെമ്മാടികൾ, അലസരായിട്ടുള്ള തെമ്മാടികൾ. ഈ അർത്ഥത്തിലൊക്കെയാണ് ക്രൈസ്തവ സമൂഹം ഈ ജൂതന്മാരെ വിളിച്ചത്. ആ ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ വന്ന് രാജ്യം സ്ഥാപിച്ചപ്പോൾ അവരെ റെമനന്റ് എന്ന് നിങ്ങൾ വിളിക്കുന്നു. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. താങ്കൾക്ക് യെശയ്യാ പ്രവാചകൻ 3500 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴൊരു ഇസ്രായേൽ രാജ്യമൊക്കെ സ്ഥാപിച്ചു, അത് 73 പുസ്തകങ്ങളുടെ തെളിവാണെന്നൊക്കെ പറയുമ്പോൾ ഈ പലസ്തീനികളുടെ കയ്യിൽ ഈ നാടിരിക്കുമ്പോൾ മാത്രമേ ഈ യെശയ്യാ പ്രവാചകൻ്റെ വാക്യം നിങ്ങൾക്ക് ഓർമ്മ വന്നുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല? ഇതിനു മുമ്പ് 3 തവണ നിങ്ങൾക്ക് ഭരണം കിട്ടി. എവിടെ? ജെറുസലേമിൻ്റെ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചോ? ആ സമയത്ത് ഇവരെ കൊണ്ടുവന്നത് റെമനന്റ് വിൽ സർവൈവ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടങ്ങ് വെക്കാൻ വയ്യായിരുന്നോ? വെച്ചില്ലല്ലോ. അന്നൊന്നും ഈ പ്രവചനം നിങ്ങൾ ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിരുന്നില്ല. നമുക്കറിയുന്നത് പോലെ AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യനായിട്ട് മാറുന്നു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പരിഗണന കിട്ടുന്നു. അങ്ങനെ ദ എഡിക്റ്റ് ഓഫ് തെസ്ലോനിക്ക AD 380 എംപറർ തിയോഡേഷ്യസ് വഴി ഈ നിക്കിയ വിശ്വാസ പ്രമാണമുള്ള
ക്രൈസ്തവതയെ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയനായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു ക്രിസ്ത്യൻ തിയോക്രാറ്റിക് എംപയർ ആയിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾ ജൂതന്മാരോട് എന്താ ചെയ്തത്? ജെറുസലേമിൻ്റെ ഭരണം അവർക്ക് അങ്ങ് കൊടുത്തോ? പാലസ്തീൻ അവർക്ക് അങ്ങ് വിട്ടുകൊടുത്തോ? നിങ്ങൾ ഭരിച്ചോ? കാരണം യെശയ്യാവ് 3500 വർഷം മുമ്പ് പറഞ്ഞിട്ട് പോയില്ലേ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് കൊടുത്തോ? കൊടുത്തില്ല. നേരെ മറിച്ച് എന്താ നിങ്ങൾ ചെയ്തത്? ജൂയിഷ് പെർസിക്യൂഷൻ ആഫ്റ്റർ ദി എഡിക്റ്റ്, ഈ വിളംബരത്തിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്തത് മുഴുവൻ ഈ ജൂയിസിനെ ഹെററ്റിക്സ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മേളിൽ ധാരാളം പ്രശ്നം ഉണ്ടാക്കി. അവരുടെ സിനഗോഗുകളുടെ മേളിൽ അറ്റാക്കുകൾ നടത്തി. അതേപോലെ തന്നെ അവർക്ക് പബ്ലിക് ഓഫീസിൽ ഹൈ പോസ്റ്റിൽ അവർ വർക്ക് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചില്ല. ധാരാളം ജൂതന്മാരെ അവർ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതേപോലെ ഏതെങ്കിലും ജൂതന്മാരെ ക്രൈസ്തവരെ കൺവേർട്ട് ചെയ്താൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുത്തു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവം 388 മെസോപ്പൊട്ടോമിയയിലുള്ള ഒരു ജൂത സിനഗോഗ്, അവിടെയുള്ള ക്രിസ്ത്യൻ മോബ്സ്, അവർ ആൾക്കൂട്ടം വന്നിട്ട് അത് കത്തിച്ചു കളഞ്ഞു. ആ സമയത്ത് അവിടുത്തെ ചക്രവർത്തിയായിട്ടുള്ള തിയോഡോഷ്യസ് അവിടുത്തെ ബിഷപ്പിനോട് പറഞ്ഞു അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സിനഗോഗ് റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് കത്തോലിക്ക സമൂഹത്തിൻ്റെ വലിയ ലാറ്റിൻ ഡോക്ടറായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഡോക്ട്രിൻസൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്ന വലിയ ബിഷപ്പായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച് ഫാദറായിട്ടുള്ള സെയിൻറ്റ് ആംബ്രോസ് ഓഫ് മിലാൻ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ക്രിസ്ത്യൻസിനെ ഇതിൻ്റെ പേരിലൊന്നും, ഈ അവിശ്വാസികളുടെ കാര്യത്തിലൊന്നും ക്രിസ്ത്യൻസിനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എതിരായിട്ട് പ്രസ്താവന നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫാദർ ഡാനിയൽ പറയുന്ന പോലെ 3500 വർഷത്തെ യെശയ്യാവിൻ്റെ പ്രവചനവും അതേപോലെ തന്നെ 73 പുസ്തകത്തിൻ്റെ ബലമൊന്നും ഈ ജൂതന്മാർക്ക് അവിടെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കാൻ പ്രയോജനപ്പെട്ടില്ല. ഇനി രണ്ടാമത്തെ സംഭവം, അത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് റൂം അല്ലെങ്കിൽ റോമിനെ കുറിച്ചിട്ടുള്ള ആ അധ്യായത്തിൽ നമ്മൾ തുടക്കത്തിൽ നമുക്ക് കാണാം റോം പരാജയപ്പെട്ടു, അധികം വൈകാതെ തന്നെ റോം വിജയിക്കും എന്ന് പറയുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടും ജൂതന്മാർക്ക് അവിടെ ഒരു താൽക്കാലിക ഭരണം ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ 602, 628 കാലഘട്ടത്തിൽ അവിടെ ഈ ബൈസാന്യൻ സാമ്രാജ്യവും അതേപോലെ പേർഷ്യൻ സാമ്രാജ്യം സസാനിയൻ എംപയറും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അന്ന് ഈ ക്രൈസ്തവ ബൈസാന്യൻ സാമ്രാജ്യത്തിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ ഈ പേർഷ്യക്കാരോട് ചേർന്നുകൊണ്ട് 20,000 പട്ടാളക്കാരോടൊപ്പം അവരോട് ചേർന്നുകൊണ്ട് ബൈസാന്യൻ സാമ്രാജ്യത്തിനെ പരാജയപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിന് പ്രത്യുപകാരമായിട്ട് പേർഷ്യക്കാർ ജൂതന്മാർക്ക് ഈ ജെറുസലേമിൽ ഭരണം നടത്താനുള്ള അനുവാദം കൊടുക്കുകയും അവരങ്ങനെ വീണ്ടും അവരുടെ ടെമ്പിൾ പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ 3 വർഷം ഭരണം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ, മുസ്ലിങ്ങളല്ല, ക്രൈസ്തവർ എന്ത് ചെയ്യുന്നു? ഇവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുകയും പേർഷ്യക്കാർ ഇവരെ വാക്ക് മാറ്റിക്കൊണ്ട് ഇവരെ ഭരണത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ പ്രവചനം പോലെ അധികം വൈകാതെ റോം തിരിച്ച് പേർഷ്യയെ പരാജയപ്പെടുത്തി. ആ സംഭവം നടക്കുന്നത് ക്രിസ്താബ്ദം 628 ബൈസാന്റിയൻ ചക്രവർത്തിയായിട്ടുള്ള ഹിറാക്ലിയസ് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി ജെറുസലേം തിരിച്ചു പിടിച്ചു. ഇങ്ങനെ പേർഷ്യക്കാർ പരാജയപ്പെടുമെന്നായപ്പോൾ യഹൂദന്മാർ വന്ന് റോമക്കാരോട് വന്ന് ക്ഷമ ചോദിക്കുകയും അവർ കീഴടങ്ങുകയും അങ്ങനെ ഹിറാക്ലിയസ് ഇവർക്ക് മാപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ യുദ്ധം വിജയിച്ച ആരവത്തോടുകൂടി ഹിറാക്ലിയസും സംഘവും അവർ ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. കൂടെ ജൂതന്മാരും ഇവരോടൊപ്പമുണ്ട്. അവിടെ വെച്ച് അന്നത്തെ ജെറുസലേമിലെ പാത്രിയർക്കീസായിട്ടുള്ള പാട്രിയർക്ക് മോഡസ്റ്റസ് പറഞ്ഞു ജൂതന്മാരോട് ക്ഷമിക്കാൻ പറ്റൂല, ഇവരെ ഇവിടെ ഇട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. Thousands of Jews were massacred in Jerusalem and throughout Palestine. അങ്ങനെ പലസ്തീനിലും ജെറുസലേമിലും ആയിരക്കണക്കിന് യഹൂദന്മാരെ ഇവർ കൊന്നൊടുക്കി. ബാക്കിയുള്ളവർ ഗലീലയിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ പലസ്തീനിൽ നിന്നും പൂർണ്ണമായിട്ട് യഹൂദന്മാരെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇനി ജെറുസലേമിലേക്ക് ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവന്നതാരാ? അത് മുസ്ലിം സൈന്യം ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന പലസ്തീനും ഒക്കെ കീഴടക്കുന്ന സമയത്ത് ആ കീഴടക്കാനുള്ള എളുപ്പവഴി എങ്ങനെയാണ് നടന്നത്? അവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്, നമുക്കിന്ന് കാണുന്ന ജാക്കോബൈറ്റ്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആളുകളെല്ലാം, അല്ലെങ്കിൽ നമ്മളിന്ന് കേരളത്തിൽ കാണുന്ന സുറിയാനി ക്രൈസ്തവരുടെ മുഴുവൻ ആത്മീയ സിംഹാസനമായിട്ടുള്ള അന്ത്യോക്യ, അവരടക്കം മുസ്ലിം സൈന്യത്തോടൊപ്പം ചേർന്ന് ഈ ബൈസാന്യൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്താണ് മുസ്ലിങ്ങൾക്ക് അവിടെ ഭരണം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങളുടെ കീഴിലേക്ക് ഭരണം വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അവിടെ ജൂതന്മാരോട് അവിടെ വന്ന് താമസിക്കാൻ പറയുകയും അങ്ങനെ 72ഓളം ജൂത ഫാമിലികൾ ഈ പറയുന്ന ജെറുസലേമിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ചരിത്രത്തിലെ സംഭവം ഏതാ? അത് കുരിശുയുദ്ധ കാലത്ത്. അത് ഏതാ കാലം? 1096-99 ആ കാലഘട്ടത്തിൽ പോപ്പ് ഉർബൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ കുരിശ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യപ്പെട്ടു. അങ്ങനെ യൂറോപ്പിലുള്ള ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്നെല്ലാം കുരിശ് പോരാളികൾ ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്തു. ഈ പോകുന്ന വഴിയിലെല്ലാം ഇവർ ജൂതന്മാർക്കെതിരായിട്ട് അവർ യേശുവിൻ്റെ എനിമിയാണെന്നുള്ള നിലയിൽ ഇവർക്കെതിരെ ആക്രോശം നടത്തുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്തു. അന്ന് ജെറുസലേമിന് ഭരണം നടത്തുന്നത് ഫാത്തിമിയ മുസ്ലിങ്ങളാണ്. ഈ കുരിശ് പോരാളികൾ അവിടെ വന്ന് അവരെ പരാജയപ്പെടുത്തി. എന്നാ പരാജയപ്പെടുത്തുന്നത്? ജൂലൈ 15, 1099. അവർ ഉടനെ ചെയ്തത് എന്താ?
അവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെയും അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെയും മുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്തു. ഇനി ജൂതന്മാരെ കൊന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. സിനഗോഗ്സ് ബേൺഡ് വിത്ത് ജൂസ് ഇൻസൈഡ്. ജൂതന്മാരെ അകത്തിട്ട്, സിനഗോഗിനകത്തിട്ടാണ് കത്തിച്ചത്. Jewish residents of Jerusalem had sought refuge in their main synagogue. The Crusaders set fire to the building, burning alive all those inside. അങ്ങനെ ഇവരെ പേടിച്ച് ജൂതന്മാർ അവരുടെ മെയിൻ സിനഗോഗിലേക്ക് ഓടിക്കേറിയപ്പോൾ വെളിയിൽ നിന്നിട്ട് ഈ ക്രൈസ്തവർ ഈ ജൂത സിനഗോഗിലിട്ട് ഇവരെ കൂട്ടമായിട്ട് കത്തിച്ചു കൊന്നു. അന്ന് ഈ കത്തിച്ചു കൊല്ലുക എന്ന് പറയുന്നത് ഈ പോപ്പുമാരുടെയും കുരിശു പോരാളികളുടെയും അതേപോലെ അന്നത്തെ മതഭ്രാന്തന്മാരുടെ ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ മരത്തെ കെട്ടിയിട്ടിട്ട് അവർ കത്തിച്ചു കൊല്ലും. ഒന്നുകിൽ അവർ ചുറ്റും തീയിട്ടിട്ടായിരിക്കും കൊല്ലുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ കൊല്ലണമെങ്കിൽ അല്പം വെടിമരുന്നോട് ഇട്ടിട്ട് അവരെ കത്തിച്ചു കൊല്ലും. ഇത് അവരുടെ ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു. എല്ലാ ഇൻക്വിസിഷൻ സ്ഥലത്തും ഇവർ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഇങ്ങനെ സിനഗോഗിൽ ജൂതന്മാരെ കത്തി അമരുന്ന സമയത്ത് ഇതിന് ചുറ്റും നിന്ന് ഈ ക്രൂസൈഡേഴ്സ് അവരുടെ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് വലിയ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ഇരുന്നത്. അന്ന് നടന്ന ഈ വലിയ കൂട്ടക്കുരുതിയെക്കുറിച്ചിട്ട് ക്രൈസ്തവ ചരിത്രകാരന്മാർ തന്നെ എഴുതുന്നത്, ദ സ്ലോട്ടർ വാസ് സോ ഗ്രേറ്റ് that our men waded in blood up to their ankles. അവരുടെ കാലിൻ്റെ പാദങ്ങളൊക്കെ മൂടുന്ന രൂപത്തിൽ രക്തം അവിടെ തളം കെട്ടി നിന്നിരുന്നു. ബോത്ത് മുസ്ലിംസ് ആൻഡ് ജൂസ് were targeted indiscriminately, men, women and children. മുസ്ലിങ്ങളെ കൊന്നതുപോലെ തന്നെ ഇവർ ജൂതന്മാരെയും കൊന്നൊടുക്കി. അപ്പോഴൊന്നും ദ റെമനന്റ് വിൽ സർവൈവോ, അല്ലെങ്കിൽ ഈ യെശയ്യാ പ്രവാചകന്റെ 3500 വർഷം മുമ്പത്തെ പ്രവചനമോ, അല്ലെങ്കിൽ ഈ 73 പുസ്തകത്തിന്റെ പവറോ ഒന്നും ഈ ജൂതന്മാരെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ 1999 പോലെ 1187 വരെ ജൂസ് വെർ ഫോർബിഡൻ ടു ലീവ് ഇൻ ജെറുസലേം അണ്ടർ ക്രൂസൈഡർ റൂൾ. അങ്ങനെ കുരിശു പോരാളികളുടെ ഭരണം നടന്ന ഈ കാലയളവിൽ ഈ 88 വർഷത്തിനിടയിൽ ജൂതന്മാർക്ക് ജെറുസലേമിൽ താമസിക്കാൻ അനുവാദം കൊടുത്തില്ല. പിന്നെ തിരിച്ചത് എപ്പോഴാണ് ഇത് കിട്ടിയത്? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഈ കുരിശു പോരാളികളെ 1187 കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജൂയിഷ് ഫാമിലിയോടൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. സലാഹുദ്ദീൻ ഇൻവൈറ്റഡ് ജൂയിഷ് ഫാമിലി ഫ്രം ഈജിപ്റ്റ്, സിറിയ ആൻഡ് നോർത്ത് ആഫ്രിക്ക ടു റീപോപ്പുലേറ്റ് ജെറുസലേം. തിരിച്ചവരോട് ജെറുസലേമിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. പിന്നെ ഫാദർ പറഞ്ഞത് കത്തോലിക്കർ കാറ്റഗിസത്തിൽ അതുണ്ട്. ഈ കാറ്റഗിസം ഒക്കെ എന്നാ രൂപീകരിച്ചത്? എന്നാ ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ജൂതന്മാർക്ക് എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നതെപ്പോഴാണ്? അതിന് മുമ്പുണ്ടായിരുന്നത് റീപ്ലേസ്മെൻറ്റ് തിയോളജി ആയിരുന്നു. അതുകൊണ്ടാണ് കത്തോലിക്ക നാടുകളിലും അതേപോലെ ഗ്രീക്ക് ഓർത്തഡോക്സ് നാടുകളിലും പ്രൊട്ടസ്റ്റന്റ് ആദ്യകാല നാടുകളിലും ഒക്കെ ഈ പറയപ്പെടുന്ന രൂപത്തിൽ, നീചമായ രൂപത്തിൽ യഹൂദന്മാരെ ഇവർ കൈകാര്യം ചെയ്തത്. പിന്നീട് ഈ പുതിയ പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനം വന്നു, ദുർവ്യാഖ്യാനം വന്നു, സയണിസം വന്നു. അങ്ങനെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ജൂതന്മാരുമായിട്ട് ടൈപ്പായി അവർ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളായി ജൂതന്മാർ മാറിയപ്പോൾ, ലോകക്രമം മാറി, ഭരണം വേറെ രൂപത്തിലാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ കത്തോലിക്ക സഭ പതിവ് പോലെ നിലപാട് മാറ്റി. ആ നിലപാട് മാറ്റാൻ വേണ്ടി അവരൊരു 2ാം വത്തിക്കാൻ കൗൺസിൽ കൂടി നോസ്ട്രാ 88 എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലവർ പറഞ്ഞു ജൂതന്മാർക്ക് ദൈവം കൊടുത്ത ആ വാഗ്ദത്തം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. അതിനും ശേഷം ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഒക്ടോബർ 11, 1992 കാലഘട്ടത്തിലാണ് ഈ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഇറക്കുന്നത്. അല്ലാതെ 3500 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് ആ പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു ജനസമൂഹമല്ല ക്രൈസ്തവ സമൂഹം. അത് അച്ഛനെ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇനി കാറ്റഗിസത്തിൽ എന്താ പറയുന്നത്? ദ ഗ്ലോറിയസ് മെഷിയാസ് കമ്മിങ് ഈസ് സസ്പെൻഡഡ് അറ്റ് എവറി മൊമെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡിൽ ഈസ് റെക്കഗ്നീഷൻ ബൈ ഓൾ ഇസ്രയേൽ. മുഴുവൻ ഇസ്രയേലിയരും യേശുവിനെ അംഗീകരിക്കുന്നത് വരെ യേശുവിൻ്റെ 2ാം വരവ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ യഹൂദന്മാരെ നിർബന്ധിച്ച് അവരെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാ? കാരണം ഇവൻ വിശ്വസിക്കുന്നതനുസരിച്ച് വേണം യേശു വരാൻ. അതുവരെ സസ്പെൻഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സസ്പെൻഷൻ മാറണമെങ്കിൽ ഇവൻ വിശ്വസിക്കണം. അതിനാണ് ഇവനെ ഇട്ട് ഇടങ്ങേടായിക്കൊണ്ടിരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ ബൈബിൾ ദുർവ്യാഖ്യാനം നടത്തി ലോകത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൂട്ടരായിട്ട് കുറേ ആളുകൾ ക്രൈസ്തവ ചരിത്രത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനുള്ളൂ. അതും ഈ ഇസ്രായേൽ രാജ്യമായിട്ട് എന്താണ് ബന്ധം? ഈ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഈ ഇസ്രായേലിൽ നിന്ന് കൂടിയിരിക്കുന്ന രാജ്യം സ്ഥാപിച്ച ഈ തിയോഡർ ഹെർസലും കൈം വൈസ്മാനും അതേപോലെ ഗോൾഡ മേയറും ഒക്കെ നിരീശ്വരവാദികളും അതേപോലെ അവിടെയുള്ള ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള അല്ലെങ്കിൽ അവിടെ തീവ്ര മതത്തിൻ്റെ ആളുകളായി നിൽക്കുന്ന ആ ആളുകൾ യേശുവിൻ്റെ മിശിഹ പദവിയെ നിഷേധിക്കുന്ന, യേശുവിനെ മോശം പദങ്ങൾ കൊണ്ടും യേശുവിൻ്റെ മാതാവിനെ മോശം പദങ്ങൾ കൊണ്ടും പറയുന്ന ഈ യഹൂദന്മാർ എങ്ങനെയാണ് നിങ്ങളുടെ കാറ്റഗിസത്തിൽ പറയുന്ന യേശുവിനെ റെക്കഗ്നൈസ് ചെയ്ത ആ ഇസ്രയേലിയരാവുന്നത്? അവരെങ്ങനെയാണ് 3500 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞ ദ റെമനന്റ് ആകുന്നത്? ഏതർത്ഥത്തിലാണ്?
ഇവരുടെ മേളിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ നാമം നിലനിൽക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ആര് പേടിച്ച കഥയാണ് ഈ ഫാദർ പറയുന്നത്? എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഫാദർ എന്തൊക്കെയോ അദ്ദേഹം ഒപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, മീഷ്യാനിക് ജ്യൂസ്, കുറച്ച് ജൂതന്മാർ അവിടെ യേശുവിനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ ചില ആളുകളൊക്കെ അവിടെ ഉണ്ട്. കാരണം എങ്ങനെയൊക്കെ ഒപ്പിക്കണ്ടേ? വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ 10 മില്യണോളം ജൂതന്മാരുള്ള സ്ഥലത്ത് 20,000-ൽ താഴെ വരുന്നൊരു ജനസംഖ്യ മാത്രമാണ് ഈ മീഷ്യാനിക് ജ്യൂസ്. എന്ന് വെച്ചാൽ ഏതാണ്ടൊരു 0.1-നും 0.3% മാത്രമുള്ള ഒരു ജനവിഭാഗമാണ് ഈ മീഷ്യാനിക് ജ്യൂസ്. ഇനി അവരുടെ കാര്യം തന്നെ പരിഗണിച്ചാൽ ഇന്ന് ലോകത്തുള്ള ഏത് നാട്ടിലും എവിടെ വേണമെങ്കിലും അവർക്ക് നിർഭയരായി ജീവിക്കാം. ഒരൊറ്റ നാട്ടിൽ മാത്രമേ പറ്റാതുള്ളൂ. മതത്തിൻ്റെ അടിസ്ഥാനത്തിലും രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും പൂർണ്ണ അർത്ഥത്തിൽ ഇസ്രയേലിന് തോറപ്രകാരം വിധി കൽപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഇസ്രായേൽ ഭരണകൂടത്തിന് കിട്ടിയാൽ ഈ അമേരിക്കയുടെ സ്വാധീനവും ക്രൈസ്തവ രാജ്യങ്ങളുടെ സ്വാധീനമൊക്കെ മാറി നേരെ മറിച്ച് ഈ ജൂതന്മാർ കൃത്യമായി തോറപ്രകാരം വിധിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ഈ പറയുന്ന മീഷ്യാനിക് ജ്യൂസ് എന്ന് പറയുന്ന 0.1 അല്ലെങ്കിൽ 0.3% വരുന്ന ജൂതന്മാരെ കൊല്ലാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ഏറ്റവും അപകടകരമായ രാജ്യത്തല്ലേ അവർ നിൽക്കുന്നത്. അവരുടെ തോറയിലെ നിയമം എങ്ങനെയാ? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി രഹസ്യമായി നിന്റെ ചെവിയിൽ വന്ന് നിങ്ങൾ അറിയാത്തൊരു ദേവനെ ആരാധിക്കണം, സേവിക്കണമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവന്ന് നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് വിളിച്ചു പറയണം, ഇവൻ ഇന്നലെ രഹസ്യത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിവനെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്ന് പറഞ്ഞ് മുഴുവൻ ജനങ്ങൾ ഇവനെ കല്ലെറിയണം. ആദ്യത്തെ കല്ല് ഇവൻ ഏറ്റവും അധികം സ്നേഹിച്ച നീ തന്നെ എറിയണം എന്നാണ് തോറയുടെ നിയമം. ആ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു മിശിഹ പോലുമല്ല, പിന്നെ ആ യേശു ദൈവമോ ദൈവപുത്രനോ 3 ദൈവങ്ങളിൽ ഒരാളോ ആകുമോ? അപ്പോൾ ഇന്ന് ലോകത്ത് മീഷ്യാനിക് ജ്യൂസ് കൊല്ലപ്പെടാൻ, മതപരമായും രാജ്യത്തിൻ്റെ നിയമപ്രകാരം കൊല്ലപ്പെടാനുള്ള ഏക സാധ്യത നിലനിൽക്കുന്ന ഒരു രാജ്യം അത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിന് ബൈബിൾ ഉദ്ധരിച്ച് അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വൈരുദ്ധ്യമുണ്ടോ ഫാദറെ? ഇനി ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകാവസാന സമയത്ത് ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഈ ദേവാലയം പണിയാൻ വേണ്ടി ഒത്തുകൂടുകയും അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്കെതിരായിട്ട് നീങ്ങും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഭവമുണ്ട്. അത് ഈ അന്ത്യകാലത്ത് ക്ഷാമമുണ്ടാവും, യുദ്ധമുണ്ടാകും, തിന്മകൾ വർദ്ധിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒരു തിന്മയായ കാര്യം. ആ തിന്മയായ കാര്യത്തിന് നിങ്ങൾ എന്തിനാ ചൂട്ടുപിടിച്ച് കൊടുക്കുന്നത്? നാളെ യുദ്ധം ഒത്തിരി നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധം നടത്താൻ വേണ്ടി കൂടേണ്ട കാര്യമുണ്ടോ? നാളെ വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യഭിചരിക്കാൻ പോകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വ്യഭിചാരത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമ്മൾ ഈ തിന്മകൾക്ക് കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ജൂതന്മാർ നീക്കം നടത്തുമ്പോൾ അതിന് ക്രൈസ്തവ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ എന്തിനാണ് ഈ ജൂതന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ തിന്മയുടെ ഭാഗവാക്കായിക്കൊണ്ട് പലസ്തീനികളായിട്ടുള്ള ജനതയോട് തിന്മ ചെയ്തത്? അന്ത്യകാലത്ത് നടക്കുന്ന തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുകയും ഇത് അന്ത്യകാലത്ത് സംഭവിക്കുന്ന തിന്മകളാണ്, അതുകൊണ്ട് വിട്ടുമാറി പോകണമെന്ന് ജനങ്ങളോട് ഉപദേശിക്കുകയും ചെയ്യുകയും, എന്നാൽ അത് ഭാവിയിൽ സംജാതമാകുമ്പോൾ മുമ്പ് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ആ കാലത്തെ നിർണയിക്കാൻ വേണ്ടിയല്ലേ പ്രവാചകന്മാർ ഇത് പറഞ്ഞത്? അല്ലാതെ ആ തിന്മകളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കാൻ കൂടി എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തരം എന്നല്ലാതെ വേറെ എന്താണ് അതിന് പറയേണ്ടത്? എന്നിട്ട് ഡാനിയൽ അവിടെ കടന്ന് കുഴഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മുൻകൂർ ജാമ്യത്തോടു കൂടി തന്നെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ പോലും ഇസ്രായേലും വരണം, ഈ അമേരിക്കൻ കൂട്ടരുമൊക്കെ ഇവരെ സഹായിക്കുകയും ചെയ്യണം. എന്നാൽ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് പുള്ളിയുടെ നീതിബോധം വെച്ചിട്ട് ഉൾക്കൊള്ളാനും കഴിയാത്ത രൂപത്തിൽ ആശയക്കുഴപ്പത്തിലായിട്ട് നിന്ന് അതേ ആശയക്കുഴപ്പം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് ക്രൈസ്തവ സുഹൃത്തുക്കളോട് സ്നേഹത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനങ്ങൾ ബൈബിൾ എടുത്ത് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ച് നിങ്ങളുടെ ആ കാലഘട്ടത്തിലെ ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ലോകത്ത് നടത്തുന്ന അതിക്രമം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് ക്രൈസ്തവർക്ക് എന്ന് അധികാരം കിട്ടിയോ, റോമാക്കാരുടെ കാലത്ത് അധികാരം കിട്ടിയോ അന്ന് മുതൽ തുടങ്ങി. കുരിശുയുദ്ധ കാലത്ത് തുടങ്ങി, അതിനുശേഷം ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ് നടത്തി, അതിനുശേഷം ഈ പുതിയ കാലഘട്ടത്തിൽ സയണിസം എന്ന പേരിൽ നിങ്ങൾ ലോകം മുഴുവൻ സമാധാനം നശിപ്പിക്കുന്ന പരിപാടികളാണ്. എന്നിട്ട് പലസ്തീനിലെ ഈ നാട് തട്ടിപ്പറിച്ച് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം സ്ഥാപിച്ചതിന് ശേഷം എന്നാൽ ഇസ്രായേലിനെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളിലും യുദ്ധമുണ്ടാക്കുകയും തീവ്രവാദ സംഘങ്ങളെ രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ അവിടെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന
ഈ വൃത്തികെട്ട ഏർപ്പാട് അത് ന്യായീകരിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. ഈ തിന്മ മുഴുവൻ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെയാണ്, ഞങ്ങളുടെ പരിപാടിയാണ്, ഞങ്ങളുടെ യേശുവിൻ്റെയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്രൈസ്തവരെ കൂടി നാറ്റിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കാരണം ബൈബിൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ക്രൈസ്തവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു, യേശു തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പണി ഏർപ്പെടുന്ന ആളുകളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വിലക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.